കേരള മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ ഗൾഫിലേക്കുള്ള കപ്പൽ യാത്രയുടെ സാധ്യതകൾ പരിശോധിക്കാനുള്ള ആദ്യഘട്ട ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും. വിവിധ കപ്പൽ കമ്പനികളുമായുള്ള ചർച്ചയും ഇന്നാണ്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഈ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? അശ്വതി, കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള കപ്പൽ സർവീസ് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ ഈ മീറ്റിംഗ് കൂടുന്നത്. വിവിധ കപ്പൽ കമ്പനികളുമായി ഇത് സംബന്ധിച്ച അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം മാരിടൈം ബോർഡ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. വിവിധ കപ്പൽ കമ്പനികളിൽ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഇന്നാണ് ഇതിന്റെ അതായത് ഗൾഫിലേക്കുള്ള കപ്പൽ യാത്ര എന്നതിന്റെ ആദ്യഘട്ട ചർച്ച ഇന്നാണ് നടക്കുന്നത്. 10,000 രൂപയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും കപ്പൽ യാത്ര എന്നുള്ള സ്വപ്ന പദ്ധതിയാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച വിവിധ കപ്പൽ യാത്രകൾക്ക് താല്പര്യമുള്ള പ്രവാസികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ഏപ്രിൽ 22-ന് മുൻപേ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യണമെന്നാണ് സർക്കാർ നിർദ്ദേശം. വിവിധ തരത്തിൽ, അതായത് വലിയ കപ്പൽ, മീഡിയം ടൈപ്പ്, അതായത് സാമാന്യം വലിപ്പമുള്ള കപ്പൽ, ചെറുകിട കപ്പൽ എന്നിങ്ങനെ 3 തരത്തിലുള്ള കാറ്റഗറി ആയിട്ടാണ് ഈ കപ്പൽ സർവീസ് നടത്തുന്നത്. കേരളത്തിൽ നിന്നും, അതായത് പ്രത്യേകിച്ചും വിഴിഞ്ഞം, ബേപ്പൂർ, അഴീക്കൽ, കൊല്ലം എന്നീ തുറമുഖങ്ങളിൽ നിന്നുമാണ് കപ്പൽ സർവീസിന് തൽക്കാലം ലക്ഷ്യമിടുന്നത്. 17 ചെറുകിട തുറമുഖങ്ങൾ സംയോജിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി നടത്താൻ കേരള മാരിടൈം ബോർഡ് ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ പദ്ധതിയായി കുറച്ചു കാലമായി സർക്കാരിന്റെ പരിഗണനയിലുള്ള ഒരു വലിയ പദ്ധതിയാണ് കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഈ കപ്പൽ സർവീസ് എന്നുള്ളത്. ഇതിന്റെ ആദ്യഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ കപ്പൽ കമ്പനികളുമായിട്ട് കേരള സർക്കാർ ഈ വിഷയത്തിൽ അഭിപ്രായം തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അശ്വതി, അതാണ് എന്തായാലും ആദ്യഘട്ട ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. വരും കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ. അത് നല്ലൊരു പദ്ധതിയായി നമ്മുടെ കേരളത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. ആജ്ഞ